എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് രാത്രി കാലങ്ങളിൽ ഉറങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ചും ചില ആൾക്കാർക്ക് മസിൽ പിടുത്തം ഉണ്ടാകാറുണ്ട്. നമ്മുടെ കാലിന്റെ ഭാഗത്തായിട്ട് മസിൽ പിടിച്ചിരിക്കുന്ന പോലെ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ പറ്റാത്തൊരവസ്ഥ, സഹനീയമായിട്ടുള്ളൊരു വേദന, അങ്ങനെ പലർക്കും കാണാറുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് മഴക്കാലങ്ങളിലൊക്കെയാണ് ചിലർക്ക് കൂടുതലായിട്ട് ഇത് ഉണ്ടാകുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാവും ഉണ്ടാകുന്നത്, എന്നാലും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ ഏതൊക്കെ അവസ്ഥയിലാണ് ചില ആൾക്കാർക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ, അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് ഈ മസിൽ പിടുത്തം ഉണ്ടാകുക എന്ന് പറയുന്നത് ചില അസുഖങ്ങളുള്ള ആൾക്കാർക്ക്, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വാതരോഗങ്ങൾ, ആർത്രൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസിൽ ചില സമയത്ത് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രഗ്നൻസി ലേഡീസിലാണെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ട്. അതുപോലെ ഡയബറ്റിക്, അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റിക് ആയിട്ടുള്ള കണ്ടീഷൻസിൽ വരാറുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ സമയം തണുത്ത വെള്ളത്തിൽ നിൽക്കുക, അല്ലെങ്കിൽ തണുത്ത സ്ഥലത്ത് നിൽക്കുന്ന അവസ്ഥയിൽ അങ്ങനെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും ഈ ഒരു ബുദ്ധിമുട്ട് കാണാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെരിക്കോസ് വെയിൻ പോലെയുള്ള കണ്ടീഷൻസിൽ, വെരിക്കോസ് വെയിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജൊക്കെ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സ്റ്റേജൊക്കെ ആകുന്നവരിൽ സ്ഥിരമായിട്ട് കാലിന് മസിൽ പിടുത്തം ഉണ്ടാകുക, അതുപോലെ കുറച്ച് സമയം നിൽക്കുമ്പോൾ കാലിനൊരു കഴപ്പ്, ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് പ്രത്യേകിച്ചും നമുക്ക് കൂടുതൽ സമയം കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്, ഇങ്ങനെയുള്ളവർക്കൊക്കെയാണ് സാധാരണയായിട്ട്. പിന്നെ അതുപോലെ തന്നെ കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ടും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെന്ന് പറയുന്നത്, ഇപ്പോൾ വാതരോഗങ്ങൾ, ആർത്രൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസ്, അതുപോലെ വെരിക്കോസ് വെയിന്, ഇങ്ങനെയുള്ള ആളുകൾ കഴിവതും നമ്മുടെ കാലിൽ തണുപ്പടിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ കിടക്കുന്ന സമയത്ത് കാലിൽ സോക്സോ അല്ലെങ്കിൽ ബ്ലാങ്കറ്റ് പോലെയുള്ള എന്തെങ്കിലും ഉപയോഗിച്ച് കാല് നന്നായിട്ട് കവർ ചെയ്ത് കിടക്കുക. അതായത് നമുക്ക് കാലിനധികം തണുപ്പടിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ചെറിയ രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യുക, യോഗ, അതുപോലെയുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യുക, അതായത് കാലിന്റെ മസിൽസ് സ്ട്രെങ്ത് വരാനായിട്ടുള്ള എക്സസൈസ് കാര്യങ്ങൾ ചെയ്യുക. പ്രത്യേകിച്ച് സ്ട്രെങ്തനിങ് എന്ന് പറയുമ്പോൾ നമ്മളെ കാല്, അതായത് നമ്മുടെ രണ്ട് കാലുകളും തറയിൽ സ്ട്രെയിറ്റ് പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾ കാല് രണ്ടും പൊക്കുകയും താക്കുകയും ചെയ്യുക. അതായത് നമ്മുടെ ഹീൽസിന്റെ ഭാഗം മുകളിലോട്ട് നമ്മൾ പൊക്കിയതിന് ശേഷം ഇങ്ങനെ പൊക്കുക, അതുപോലെ ഈ സൈഡ് ബാക്ക് പൊക്കുക, അതുപോലെ ഫ്രണ്ട് അതുപോലെ താക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെ കാല് താഴോട്ടും മുകളിലോട്ടും പൊക്കുമ്പോൾ തന്നെ നമ്മുടെ സ്ട്രെങ്തനിങ്, ആ ഒരു മസിൽസ് ടൈറ്റ് ആകുന്ന പോലെ, അല്ലെങ്കിൽ മസിൽസ് പിടിക്കുന്ന പോലെ ഒരു അവസ്ഥ നമുക്ക് അറിയാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ കുറച്ച് സമയം ചൂടുവെള്ളത്തിൽ കാല് മുക്കി വയ്ക്കുക, അതുപോലെ തന്നെ ചെറിയ ചൂട് കൊടുക്കുക. പിന്നെ ചെറിയ രീതിയിലുള്ള മസാജിങ്, പ്രത്യേകിച്ച് മസാജിങ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കാലിലോട്ടൊരു പ്രോപ്പർ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകാനും, അതുപോലെ മസിൽ പിടുത്തം, അതുപോലെ പെയിന്, വേദനയൊക്കെ കുറയ്ക്കാനായിട്ടും കൂടെ സാധിക്കുന്നതാണ്. പിന്നെ കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട്, അല്ല അതിന് വേണ്ട നമ്മൾ ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ നമ്മൾ എടുക്കുകയും ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ തുടർച്ചയായിട്ട് നമുക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നവരാണെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള എക്സസൈസ് കാര്യങ്ങൾ, സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യുക, അതുപോലെ നമ്മൾ ചെറിയ മസാജിങ് ചെയ്യുക. ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഈ ഒരു മസിൽ പിടുത്തം അല്ലെങ്കിൽ മസിൽ ക്രാംസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നമ്മൾ അതിനുവേണ്ടി ട്രീറ്റ്മെന്റ് എടുക്കുന്നത് അത്യാവശ്യമാണ്. അല്ലാത്ത പക്ഷം ഈ പറയുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എക്സസൈസുകൾ, അതുപോലെ യോഗ ചെയ്യുക, അതുപോലെ സ്ഥിരമായിട്ട് മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യുക, മസാജിങ്, ഓയിൽ മസാജ്, അതുപോലെയുള്ള എക്സസൈസും കാര്യങ്ങളും ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ മസിൽ ക്രാംസ് അല്ലെങ്കിൽ മസിൽ പിടുത്തം കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ്സ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.